അടുത്ത് നമുക്ക് നോക്കേണ്ടത് മൊഡ്യൂൾ 2-ലെ ഒരു കുറച്ച് പോർഷനൂടെ കുറച്ച് കാര്യം കൂടെ നമുക്ക് പെൻഡിങ് ഉണ്ട്. ഇവിടെ കഴിഞ്ഞ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഈ ഒരു പ്രോബ്ലം ഒരു ഓപ്ഷണൽ പ്രോബ്ലം ആണ്. നമുക്ക് കോംപ്ലക്സ് ഐഗൺ വാല്യൂസ് വരുന്ന വലിയ പ്രോബ്ലംസ് ചെയ്യേണ്ടതായിട്ടില്ല. എന്നാലും ഇങ്ങനെ ഈ ഒരു സെക്ഷനിൽ ഒരു പ്രോബ്ലം കയറി കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെട്രിക്സിൻ്റെ ഇത് ഡയഗണലൈസബിൾ ആണ് എന്ന് കാണിക്കാനാണ്. ഡയഗണലൈസബിൾ ആണ് എന്ന് കാണിക്കാനുള്ള ഐഡിയ എന്താണ്? അതിൻ്റെ ഏഗൺ വെക്ടേഴ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഏഗൺ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഏഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക. അതാണ് ഐഡിയ അല്ലേ? നമ്മൾ തൊട്ട് മുമ്പ് ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്ത പോലെ. അപ്പോൾ നമുക്കവിടെ ഏഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ സാധാരണ ചെയ്യുന്ന പോലെ ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ ആയി എടുത്തു. അപ്പോൾ നമുക്കൊരു പോളിനോമിയൽ കിട്ടി, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഇതാണ് അവിടുത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പോൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ട് കോംപ്ലക്സ് റൂട്ടുകളാണ്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് രണ്ട് കോംപ്ലക്സ് റൂട്ടുകളാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ തിയറി റിയൽ ഏഗൺ വാല്യൂസ് തന്നെ വരണമെന്ന് എവിടെയും പറയുന്നൊന്നുമില്ല. നമ്മൾ ഡീൽ ചെയ്യുന്നത് കൂടുതലും റിയൽ ആണെന്നേ ഉള്ളൂ. പക്ഷേ ഇത് വന്നാലും തിയറി സെയിം തന്നെയാണ്. ഈ ഒരു ഏഗൺ വെക്ടറുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ഏഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൺ വെക്ടറുകൾ കണ്ടുപിടിക്കണം. സെയിം പ്രോസസ്സ് തന്നെയാണ്. കോംപ്ലക്സ് നമ്പേഴ്സ് വരുന്നു എന്നല്ലാതെ അവിടെ ഒരു വ്യത്യാസവും ഇല്ല. ഏഗൺ വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി ഏഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു 1+i കണ്ടുപിടിക്കാൻ നമ്മൾ ആ സിസ്റ്റം എടുക്കുന്നു. നമ്മൾ മറ്റതിൽ ചെയ്യുന്ന പോലെ തന്നെ ആ സിസ്റ്റം നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ ഇവിടെ രണ്ട് ഇക്വേഷൻസ് കിട്ടും അല്ലേ? ഇത് -i, ഇവിടെ i എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് -1, -i x1 പ്ലസ് x2 ഈക്വൽ ടു 0, -x1 -i x2 ഈക്വൽ ടു 0. ഇവിടെ ഇക്വേഷൻ 1-ൽ ഞാൻ i പുറത്തെടുത്താൽ എന്ത് വരും? i പുറത്തെടുത്താൽ ഇത് -x1 ആവും. ഇതിൽ നിന്ന് ഒരു i പോയാൽ ഇവിടെ ഇക്വേഷൻ 1 i പുറത്തെടുത്ത് കഴിഞ്ഞാൽ -x1 വരും. പിന്നെ ഇവിടെ ഒരു i പുറത്തെടുക്കുമ്പോൾ ഒരു -i വരും അല്ലേ? ആക്ച്വലി ഇത് രണ്ടും ഒരേ ഇക്വേഷനാണ് അല്ലേ? ലീനിയർ ഒന്നിൻ്റെ സ്കെലാർ മൾട്ടിപ്ലൈ തന്നെയാണ് അത്. അതായത് ഈ ഇക്വേഷനെ i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഈ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. സോ x1 ഈക്വൽ ടു -i x2. ഉദാഹരണത്തിന് ഞാൻ x2-ന് i എന്ന് വാല്യൂ കൊടുത്തു. x-ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോംപ്ലക്സ് നമ്പർ കൊടുക്കാം, റിയലോ കോംപ്ലക്സോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പം ഞാനിവിടെ i എന്ന് കൊടുത്തു. അപ്പോൾ x1 എന്താവും? -i ഇൻറ്റു i ആവും. ദാറ്റ് ഈസ് -i സ്ക്വയർ, ദാറ്റ് ഈസ് 1. അപ്പോൾ x-ന് 1 ആവും. അതായത് എൻ്റെ വെക്ടർ u1 ഏഗൺ വെക്ടർ അപ്പോൾ എന്താവും? x1 1, x2 i. എൻ്റെ ഏഗൺ വെക്ടർ x1 x2 എന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ 1 - iക്കും ഇതുപോലെ ചെയ്യാം. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, x2-ന് നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ അനുസരിച്ചാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ നിങ്ങൾക്ക് അത് ഏത് വേണമെങ്കിലും എടുക്കാം, അതിനൊരു റെസ്ട്രിക്ഷനും ഇല്ല. 0 കൊടുക്കരുത്. 0 അല്ലാത്ത x2 നോൺ 0 ആയിട്ടുള്ള ഏത് കോംപ്ലക്സ് നമ്പർ വേണോ അവിടെ കൊടുക്കാം. അതുപോലെ ഞാൻ ചെയ്ത് ഇപ്പോൾ u2 കണ്ടുപിടിച്ചു. അപ്പം ഇങ്ങനെ രണ്ട് u1ഉം u2ഉം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ S എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? S ഈസ് ദ മെട്രിക്സ് u1 u2. കോളം വെക്ടറുകളായിട്ട് വെക്ടറുകൾ എടുത്ത് എഴുതുക. എന്നിട്ട് എസ് ഇൻവേഴ്സ് തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ എസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. എസ് കണ്ടുപിടിച്ചു. എനെ എസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് കിട്ടും. എസ് ഇൻവേഴ്സ് എസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വേണ്ട ഡയഗണൽ മെട്രിക്സ് കിട്ടും. അപ്പം ഒരു കാര്യം ഒന്നുകൂടെ ഞാൻ പറയാം. ഇവിടെ എസ് കണ്ടുപിടിക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റിങ്ക്റ്റ് ഏഗൺ വാല്യൂസ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഡയഗണൽ മെട്രിക്സ് പ്രെഡിക്റ്റ് ചെയ്യാം. ഇതായിരിക്കും അടുത്ത. അതായത് ആ ഡയഗണലിൽ വരുന്നത് അതിൻ്റെ ഏഗൺ വാല്യൂസ് ആയിരിക്കാം അല്ലേ? ഏഗൺ വാല്യൂസ് ആയിരിക്കും. ഇതാണ് കോംപ്ലക്സ് വന്നാലും മെത്തേഡിന് വ്യത്യാസമൊന്നുമില്ല, സെയിം മെത്തേഡ് തന്നെയാണ്. അടുത്ത് നമുക്ക് നോക്കേണ്ട റിസൾട്ട്, ലെറ്റ് എ ബി ആൻ n by n മെട്രിക്സ് വിത്ത് n ഡിസ്റ്റിങ്ക്റ്റ് ഏഗൺ വാല്യൂസ്, ദെൻ ഷോ ദാറ്റ് എ ഈസ് ഡയഗണലൈസബിൾ. ഇത് നമ്മൾ പഠിച്ച മുന്നത്തെ ഒരു റിസൾട്ടിൻ്റെ ഇമ്മീഡിയറ്റ് കോൺസിക്വൻസ് ആണ്. അതായത്
എക്ക് n ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ഉണ്ടെങ്കിൽ 221 റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ എ ഹാസ് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് ഐഗൻ വെക്ടേഴ്സ് എന്ന് അറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായി, എ ഡയഗണലൈസിബിൾ ആയല്ലോ. ഓക്കെ, അപ്പോൾ n ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും, ഡയഗണലൈസിബിൾ ആയിരിക്കും. ഇൻഫാക്ട് നമ്മൾ ആ തിയറം പറയുന്നത് അവിടുത്തെ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് എക്സാക്ട്ലി എസ് ഇൻവേഴ്സ് ഓഫ് എ എസ് ഈക്വൽ ടു ഡയഗണൽ d1 d2 എക്സെട്ര dn, വെയർ എസ് എന്ന് പറയുന്നത് നമ്മുടെ ഐഗൻ വെക്ടേഴ്സ്, n ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൻ വെക്ടേഴ്സ് എടുത്ത് എഴുതുക. അതുപോലെ d1 d2 എക്സെട്ര dn ആയിരിക്കും അവിടുത്തെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പ്രോബ്ലം കൂടെ, ഈ പ്രോബ്ലം ജസ്റ്റ് ഞാൻ പറയാം. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സൊല്യൂഷൻ എഴുതിയത് ഞാൻ അല്ലാതൊരു PDF ആയിട്ട് അല്ലെങ്കിൽ ഒരു നോട്ടായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ കാണിക്കേണ്ടത് ഇവിടെ എ എന്ന് പറയുന്ന 3x3 മെട്രിക്സ് ഡയഗണലൈസബിൾ എന്ന് കാണിക്കണം. അപ്പോൾ ഐഗൻ വാല്യൂസ് കണ്ടുപിടിച്ച് കറസ്പോണ്ടിങ് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ഓഫ് ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലേ? പക്ഷേ അത് കുറച്ച് കമ്പോർസമാണ്. കാരണം നമുക്ക് ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കണം, ഓരോ ഐഗൻ വാല്യൂവിനും കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ ആദ്യം വേണ്ടത് ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണം, ഒന്നെന്ന് പറയുന്നത് 1ഉം 2ഉം ആണ് അവിടുത്തെ ഐഗൻ വാല്യൂസ്. 1ന്റെ മൾട്ടിപ്ലിസിറ്റി 2 ആണ്, ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി 2 ആണ്. അപ്പോൾ 1 1 2 ഇതാണ് അവിടുത്തെ ഐഗൻ വാല്യൂസ്. 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ സ്പേസ് കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ പറയുന്ന a-i × x = 0 എന്ന് പറയുന്ന സിസ്റ്റം സോൾവ് ചെയ്യണം, അല്ലേ? സോൾവ് ചെയ്ത് കിട്ടുന്നതിൽ നിന്ന് എന്ത് ചെയ്യുക, അവിടെ ഡയമെൻഷൻ 2 ആയതുകൊണ്ട് 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൻ വെക്ടേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. അവിടെ കിട്ടുന്നത്, അവിടുത്തെ E1 എന്ന് പറയുന്നത് മിക്കവാറും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു സ്പാൻ ഓഫ് ഒരു U1 U2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ U1ഉം U2ഉം എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കോളം എസ് കണ്ടുപിടിക്കാനുള്ള കോളം വെക്ടറുകളാക്കണം. ഇത് രണ്ടെണ്ണേ ആയുള്ളൂ. ഇനി എന്ത് ചെയ്യണം, മൂന്നാമത്തെ കിട്ടാൻ വേണ്ടിയിട്ട് λ3 = 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കണം, E2 കണ്ടുപിടിക്കണം. സോ ആക്ച്വലി ഇവിടെ E1ന്റെ ഡയമെൻഷൻ 2 ആണ്. E2ന്റെ അടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഡീറ്റെയിൽസ് എഴുതണം. ഇതിന് നമ്മൾ ഓൾറെഡി പല പ്രോബ്ലംസ് ചെയ്തതാണ് ഇൻഡിവിജ്വലായിട്ട്. അപ്പോൾ അതുപോലെ ആ സ്റ്റെപ്പുകൾ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അപ്പം അത് അവിടെ നിന്ന് കിട്ടുന്ന U3 എന്ന് പറയുന്ന ഒരു വെക്റ്റർ എടുക്കുക. അപ്പോൾ ഇത് മൂന്നും കൂടെ എടുത്ത് കോളം വെക്റ്ററുകളായിട്ട് എഴുതുമ്പോൾ യു വിൽ ഗെറ്റ് S. അങ്ങനെ എസ് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് S ഇൻവേഴ്സ് AS. ദാറ്റ് വിൽ ഗീവ് യു ദ റിക്വേർഡ് ഡയഗണൽ മെട്രിക്സ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. പക്ഷേ ആ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തനിയെ തന്നെ ഇത് ചെയ്ത് മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു മോഡ്യൂളിൽ നമ്മൾ ഫൈനലായിട്ട് പഠിക്കേണ്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് ഓർത്തോഗണൽ മെട്രിക്സുകളെ പറ്റിയാണ്. അപ്പോൾ ഒരു റിയൽ n/n മെട്രിക്സ് ഓർത്തോഗണൽ, Q എന്ന് പറയുന്ന ഓർത്തോഗണൽ എന്ന് പറയണമെങ്കിൽ ഇഫ് Q ഈസ് ഇൻവെർട്ടബിൾ ആൻഡ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസ്പോസിന് ഈക്വൽ ആയിരിക്കും. ഇൻവേഴ്സ് ട്രാൻസ്പോസിന് ഈക്വൽ ആകുന്ന മെട്രിക്സുകളെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ മെട്രിക്സ്. ഇത്തരം മെട്രിക്സുകൾക്ക് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടീസ് ഷോ ദാറ്റ് Q എന്ന് പറയുന്നത് Q1 Q2 എക്സെട്ര Qn ഈസ് എൻ ഓർത്തോഗണൽ മെട്രിക്സ് if and only if the columns of Q forms an orthonormal set of vectors. എന്നാണ് ആദ്യത്തെ പ്രൂവ് ചെയ്യേണ്ടത്. ഷോ ദാറ്റ് ദിസ് Q equal to Q1 Q2 എക്സെട്ര Qn is an orthogonal matrix if and only if the columns of Q forms an orthonormal set of vectors. അതായത് ദാറ്റ് ഈസ് കോളംസ്, ഇത് ഓരോന്നും ഓരോ കോളമാണ്. ഓർത്തോനോർമൽ ആകുക എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഇന്നർ പ്രൊഡക്റ്റ് QI ട്രാൻസ്പോസ് QJ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തോഗണൽ സെറ്റിന്റെ ഡെഫിനേഷൻ എടുത്ത് നോക്കണം. ഓർത്തോഗണൽ വെക്ടേഴ്സ് കഴിഞ്ഞ മൊഡ്യൂളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ QI ട്രാൻസ്പോസ് QJ എന്ന് പറയുന്നത് എന്താണ്, ഓർത്തോനോർമൽ ആകുക എന്ന് പറഞ്ഞാൽ ഈക്വൽ ആകുമ്പോൾ അത് 1 ആകുക,
നോട്ട് ഈക്വൽ ആകുമ്പോൾ 0 ആകും. ഇതാണ് ഓർത്തോ നോർമൽ എന്ന് പറയുന്നത്. ഓർത്തോഗണലിന് ഈ കണ്ടീഷൻ മാത്രം മതി, പക്ഷെ ഓർത്തോ നോർമൽ ആവാൻ ഈ കണ്ടീഷനും കൂടെ വേണം. നോം ഉണ്ടാകണം അല്ലേ. QI ട്രാൻസ്പോസ് QI ആണ് നമ്മൾ നോം ഓഫ് QI എന്ന് എഴുതിയത്. നോം ഓഫ് QI സ്ക്വയർ അല്ലേ, നോം ഓഫ് QI സ്ക്വയർ, സോറി. QI ട്രാൻസ്പോസ് QI ആണ് നമ്മൾ നോം ഓഫ് QI സ്ക്വയർ. ഇനി അപ്പോൾ ഇത് കിട്ടുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, Q ഒരു ഓർത്തോഗണൽ മാട്രിക്സ് ആകണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് Q ട്രാൻസ്പോസ് Q എന്താകണം, ഐഡന്റിറ്റി ആകണം അല്ലെ. അവിടെ Q ട്രാൻസ്പോസ് ആണ് Qന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ith റോ ഓഫ് Q ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ QI ആണ് ith കോളം, ith കോളത്തിന്റെ ട്രാൻസ്പോസ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ ABC ആണ് കോളം എങ്കിൽ അത് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്താവും, അത് റോ ആവും. അപ്പൊ ith റോ ഓഫ് Q ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ith കോളത്തിന്റെ, Qന്റെ ith കോളത്തിന്റെ ട്രാൻസ്പോസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അനുസരിച്ച് ijth എൻട്രി ഓഫ് Q ട്രാൻസ്പോസ് Q ഈസ് എന്താ, ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന എങ്ങനെയാ, ഈ റോ ഒരു ith റോയെ jth കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ith റോയെ jth കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ijth എൻട്രി ഓഫ് Q ട്രാൻസ്പോസ് Q. പക്ഷേ ijth എൻട്രി ഓഫ് Q ട്രാൻസ്പോസ് Q എന്ന് പറഞ്ഞാൽ എന്താ, ijth എൻട്രി ഓഫ് IN ഐഡന്റിറ്റി മെട്രിക്സിന് ഈക്വൽ ആണ്. ഐഡന്റിറ്റി മെട്രിക്സിന്റെ ijth എൻട്രി എന്താ, ഡയഗണൽ മാത്രം 1ഉം ബാക്കിയെല്ലാം 0യും ആണ്. അതായത് I ഈക്വൽ ടു j ആകുമ്പോൾ 1ഉം I നോട്ട് ഈക്വൽ ടു j ആകുമ്പോൾ 0യും. അതുകൊണ്ട് നമുക്ക് റിക്വേർഡ് റിസൾട്ട് കിട്ടും. Q1 Q2 എക്സെട്ര Qn എന്ന് പറയുന്നത് ഒരു ഓർത്തോ നോർമൽ സെറ്റ് ആയിരിക്കും. അപ്പൊ അതാണ് അവിടെ ചെയ്യുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെരിഫൈ ദാറ്റ് ദ മെട്രിക്സ് Q1 ആൻഡ് Q2 ആർ ഓർത്തോഗണൽ. ഇവിടെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ആ Q1 കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ഡെഫിനിഷൻ Q1 തന്നിട്ടുണ്ട്. Q1 ഓർത്തോഗണലാണെന്ന് ചെക്ക് ചെയ്യാൻ ഡയറക്റ്റ് നിങ്ങൾ Q1 ട്രാൻസ്പോസ് Q1 കണ്ടുപിടിക്കുക. എക്സസൈസ് ആയിട്ട് ചെയ്യണം. Q1 ട്രാൻസ്പോസ് Q1 കണ്ടുപിടിച്ച് അത് ഐഡന്റിറ്റി മെട്രിക്സ് I3 ആണെന്ന് കാണിക്കണം. അതായത് 1 0 0 0 1 0 0 0 1 എന്ന് കാണിക്കണം. അപ്പൊ അത് കിട്ടും. അവിടെ വേറെ ട്രിക്ക് ഒന്നുമില്ല. പക്ഷേ Q2ന്റെ കാര്യത്തിൽ നമുക്ക് തൊട്ട് മുമ്പത്തെ ഒബ്സർവേഷൻ ഉപയോഗിക്കാം. Q2ന്റെ കോളംസ് എന്ന് പറയുന്നത് എന്താ, ഇത് E2 ആണ്, ഇത് E3 ആണ്, ഇത് E1. അതായത് കോളംസ് ഒരു ഓർത്തോ നോർമൽ വെക്ടർ ആണ് അല്ലെ, വെക്ടേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ കണ്ട എന്താ, അത് ഓർത്തോഗണൽ മെട്രിക്സ് ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കോളംസ് ഫോം ആൻ ഓർത്തോഗണൽ സെറ്റ് ഓഫ് വെക്ടേഴ്സ്. അപ്പൊ ഇവിടെ ഓൾറെഡി അത് ഓർത്തോ നോർമൽ സെറ്റ് ആയതുകൊണ്ട് തന്നെ Q2ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. Q2 ഈസ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ്. ഇവിടെ Q1 അത് ആണോ എന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഓരോന്നും ഓർത്തോഗണൽ ആണെന്ന് ചെക്ക് ചെയ്യണം. ഓർത്തോഗണൽ ആയാൽ മാത്രം പോരാ, ഓർത്തോ നോർമലും കൂടെ ആകണം. അതും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. പക്ഷെ അതവിടെ അത്ര ഈസി അല്ല, അതും കുറെ കാൽക്കുലേഷൻ ഉണ്ട്. അതിനേക്കാളും എളുപ്പമാണെന്ന് തോന്നുന്നു Q1 ട്രാൻസ്പോസ് Q1 കണ്ടുപിടിച്ച് ഐഡന്റിറ്റി എന്ന് കാണിക്കുന്നത്. പക്ഷേ രണ്ടാമത്തേൽ അത് ഇമ്മീഡിയറ്റ് ആയതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ ഫൈനലി നമുക്കൊരു റിസൾട്ട് ഒരു 3 പ്രോപ്പർട്ടീസ് ആണ്. Q എന്ന് പറയുന്ന ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ അത് ലെങ്തിനെ പ്രിസർവ് ചെയ്യും. ഒരു വെക്ടർ കൊണ്ട് Qയെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ആ വെക്ടറിന്റെ നോമും ഒറിജിനൽ വെക്ടറിന്റെ നോമും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇന്നർ പ്രൊഡക്റ്റ് ആംഗിൾ പ്രിസർവ് ചെയ്യും. അതായത് QX ട്രാൻസ്പോസും QI ട്രാൻസ്പോസും, ഈ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ആംഗിൾ തരുന്നത് അല്ലേ. അതെന്ന് പറയുന്നത് എക്സാക്ട്ലി X ട്രാൻസ്പോസ് Yന് ഈക്വൽ ആയിരിക്കും. അതുപോലെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ±1 ആയിരിക്കും. ഇതും ഈസി പ്രൂഫാണ്. ഒന്നാമത്തെ പ്രൂഫിന് വേണ്ടിയിട്ട് നോം ഓഫ് QS എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് QX ട്രാൻസ്പോസ് QX അല്ലേ. ഡെഫിനിഷൻ എടുത്ത് നോക്കിയാൽ മതി. നോം ഓഫ് X നമ്മൾ ഡിഫൈൻ ചെയ്ത് സ്ക്വയർ റൂട്ട് ഓഫ് X ട്രാൻസ്പോസ് X എന്നാണ്. അപ്പൊ ഇതില് QX ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ X ട്രാൻസ്പോസ് Q ട്രാൻസ്പോസ്. അപ്പൊ അതും ഈ Qയും കൂടെ ഞാൻ ഒരുമിച്ച് എഴുതി X. പക്ഷെ Q ട്രാൻസ്പോസ് Q എന്താ, ഐഡന്റിറ്റിയാണ്. അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും, ഇത് X ട്രാൻസ്പോസ് X എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു നോം ഓഫ് X. അതാണ് ഒന്നാമത്തെ പ്രൂഫ്. രണ്ടാമത്തെ പ്രൂഫും ഡയറക്റ്റ് തന്നെയാണ്, നേരിട്ട് അതെടുത്ത് എഴുതുക. QX ട്രാൻസ്പോസ് QI എന്ന് പറഞ്ഞാൽ
ഇവിടെ എക്സ് ട്രാൻസ്പോസ് ക്യൂ ട്രാൻസ്പോസ് ആവും. ക്യൂ ട്രാൻസ്പോസ് ക്യൂ ഒരുമിച്ച് എഴുതി ഇത് ഐഡന്റിറ്റി ആയി. അപ്പം അതെന്തായി? എക്സ് ട്രാൻസ്പോസ് വൈ. മൂന്നാമത്തേത് കിട്ടാൻ വേണ്ടിയിട്ട് ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 1 ആണല്ലോ അല്ലേ? ഐക്ക് പകരം ഞാൻ ക്യൂ ട്രാൻസ്പോസ് ക്യൂ എടുത്തു. ഡിറ്റർമിനന്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. നോട്ട് ദാറ്റ് ട്രാൻസ്പോസിന്റെയും മെട്രിക്സിന്റെയും ഡിറ്റർമിനന്റ് ഈക്വൽ ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താവും? ഡിറ്റർമിനന്റ് ഓഫ് ക്യൂ സ്ക്വയർ ആവും. Therefore, determinant of Q is plus or minus 1. So that essentially completes module. നമുക്ക് റിമൈൻ ചെയ്യുന്നത് ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യണം കുറച്ച്. അത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ കിട്ടുമ്പോൾ ചെയ്യാം. പിന്നെ മൂന്നാമത്തെ മോഡ്യൂളിന്റെ വീഡിയോസും കൂടെ ഞാൻ ഉടനെ ഷെയർ ചെയ്യാം. മൂന്നാമത്തെ മോഡ്യൂൾ ഇതിലും കുറച്ചേ വരുള്ളൂ, കാരണം ഓൾറെഡി നിങ്ങൾ പഠിച്ച ഫസ്റ്റ് മോഡ്യൂളിന്റെ പ്രൂഫൊക്കെ തന്നെയാണ് പറയേണ്ടത്. താങ്ക് യു.